രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഭവത്യാജ പരിത്യക്തോ അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ടാൽ ആ മഹാരാജാവ് പിന്നെ ആരെ ആശ്രയിച്ച് അദ്ദേഹം തന്റെ പ്രാണങ്ങളെ നിലനിർത്തും? അദ്ദേഹത്തിന് ആരുണ്ട്? ഈ കൊട്ടാരത്തിലെ സമാധാനം നൽകാനായിട്ട് നൂനം വർത്തയിഷ്യതി. അദ്ദേഹത്തിന് പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല. ദുഃഖത്തിന്റെ പരാകാഷ്ഠയില് യാതൊരു ശരണവും ഇല്ലാതെ കണ്ട് അദ്ദേഹം പൂർണ്ണമായും ഈ ലോകത്ത് നിന്നിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിരിഞ്ഞു പോകേണ്ടതായി വരും. അങ്ങനെ സംഭവിക്കും. പിന്നെ ഈ ഭൂമിയിൽ അദ്ദേഹം ഉണ്ടാവില്ല. അല്ലയോ അമ്മേ, ഈ ഘട്ടത്തില് അച്ഛന് ആശ്രയമായി അച്ഛന്റെ കൂടെ ഉണ്ടാകേണ്ടത് അമ്മയാണ്. അതാണ് രാമൻ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പത്നിയുടെ കർത്തവ്യം വൃദ്ധനായിരിക്കുന്ന ഇതേപോലെ ഭയങ്കരമായ ദുഃഖത്തിൽപ്പെട്ടു പോയ ഭർത്താവിനെ ആ ആപത്ഘട്ടത്തില് രക്ഷിക്കാനുള്ളതായ കർത്തവ്യം അത് രാമൻ ഓർമ്മിപ്പിക്കുന്നു. ഭർത്തുക്കില പരിത്യാഗോ നൃശംസ കേവലം സ്ത്രീയാഹ സഭവത്യാന കർത്തവ്യോ മനസാവി വിഗർഹിത. അല്ലയോമേ, ഭർത്താവിനെ പരിത്യജിക്കുന്നത് ആരാ? പത്നിമാര്. പത്നി ഭർത്താവിനെ പരിത്യജിക്കുന്നത് ഏറ്റവും ക്രൂരമാണ്, നൃശംസമാണ്, ക്രൂരമാണ്. വിശേഷിച്ചും അദ്ദേഹത്തിന് സഹായത്തിന്റെ ആവശ്യമുള്ളപ്പോഴായ സന്ദർഭത്തില് അദ്ദേഹത്തെ പരിത്യജിക്കുന്നത് ഏറ്റവും ക്രൂരമാണ്. ഈ ലോകത്തിൽ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ആ ആളിന് വിപത്ത് വരുന്ന അവസരത്തില് എല്ലാവരും സഹായത്തിന് കൂടെ ഉണ്ടാകണം. ആരും സഹായിക്കാൻ അടുത്തില്ല എന്ന് വന്നു കഴിഞ്ഞാലോ എപ്പോഴും വേണ്ടപ്പെട്ടവരെ കൂടെ ഉണ്ടായിന്ന് വരില്ല. അപരിചിതനായിരുന്നാൽ പോലും സഹായിക്കാൻ ഓടിയെത്തിയില്ലെങ്കിലോ പലപ്പോഴും ദൂരയാത്രകളിൽ കിടക്കി പലർക്കും വിപത്തുകൾ വരാറുണ്ട്. അപ്പോ അവിടെയുള്ള ആളുകൾ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവർക്ക് ഈ വിപത്തിൽപ്പെട്ട ആളിനെ തിരിച്ചറിയില്ല. അവർക്ക് വ്യക്തിപരമായ ബന്ധം ആ ആളുമായിട്ടില്ല. എങ്കിൽ പോലും അവരുടെ ഉള്ളിൽ മനുഷ്യത്വമുണ്ട്. ആപത്തിൽപ്പെട്ട ആളെ വേണ്ടുന്ന പ്രകാരത്തിൽ രക്ഷിക്കുക, പരിചരിക്കുക, ആ ആളിന് വേണ്ടുന്നതായ സേവനം കിട്ടുന്നയിടത്ത് എത്തിക്കുക. അത് അവിടെ നിൽക്കുന്നവരാരായാലും അവർ ഓടിക്കൂടി എത്രയും വേഗത്തിൽ ചെയ്യും. അത് മനുഷ്യ സ്വഭാവമാണ്. ഇതുപോലെ ഒരു കുടുംബത്തിനകത്ത് നടക്കുന്നതായ കാര്യം, ഭർത്താവ് ഇങ്ങനെ ഒരു വിപത്തിൽപ്പെടുമ്പോഴേക്കും ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് അവിടെ നിന്നിട്ട് ദൂരേക്ക് കാട്ടിലേക്ക് പോകുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇത് ഒരിക്കലും ഭാര്യ പത്നി ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് സഭവത്യാന കർത്തവ്യോ. അല്ലയോ അമ്മേ, ഒരിക്കലും ഈ ക്രൂരകർമ്മം അമ്മ ചെയ്യാൻ പാടില്ല. മനസ്സുകൊണ്ടുപോലും അമ്മ ഈ ക്രൂരകർമ്മം ചെയ്യാൻ പാടില്ല. ഇത് ഏറ്റവും നിന്ദനീയമായിരിക്കുന്ന കർമ്മമാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. യാവത് ജീവതി കാകുത്സ്ഥ പിതാമേ ജഗതീപതി. ഈ ലോകത്തിന് മുഴുവൻ രാജാവായിരിക്കുന്ന എന്റെ പിതാവ് കാകുത്സ്ഥൻ ദശരഥ മഹാരാജാവ്, അദ്ദേഹം എത്ര കാലം ജീവിച്ചിരിക്കുമോ അത്രയും കാലം അമ്മയുടെ സഹായം, അമ്മയുടെ ശുശ്രൂഷ അദ്ദേഹത്തിനുണ്ടാകണം. അദ്ദേഹം ദീർഘായുസ്സായിട്ട് നൂറ്റാണ്ടുകൾ ജീവിച്ചിരിക്കാനാണ്
ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് രാമന്റെ വാക്കുകൾക്കുള്ളിൽ കിടപ്പുണ്ട്. അങ്ങനെ ദീർഘായുസായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോ എത്ര കാലം ജീവിച്ചിരുന്നാലും ശുശ്രൂഷ ക്രിയതാം താവത് സഹിധർമ്മ സനാതന, അത്രയും കാലം അല്ലയോ അമ്മേ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ അമ്മ നിർവഹിക്കണം. അത് സനാതനമായ ധർമ്മമാണ്, എന്നും നിലനിൽക്കുന്ന ധർമ്മമാണ്. കാലത്തിന്റെ മാറ്റങ്ങൾ ഒരിക്കലും ഈ ധർമ്മത്തെ മാറ്റിമറിക്കുന്നില്ല. ധാർമ്മിക കർമ്മങ്ങൾ കാലാതിവർത്തിയാണ്. ധാരാളം ജീവിത സാഹചര്യങ്ങളുണ്ട് കാലത്തിനനുസരിച്ച് മാറുന്നവ. എന്നാൽ ശാശ്വതമായി നിലനിൽക്കുന്നതായ ധർമ്മ സിദ്ധാന്തങ്ങളുണ്ട്, ധർമ്മ അനുഷ്ഠാനങ്ങളുണ്ട്. അത് ഒരിക്കലും മാറുന്നില്ല. അവയാണ് സനാതന ധർമ്മം എന്ന് പറയുക. ഇത് സനാതനമായ ധർമ്മമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കോളം കാലം പത്നി എന്നുള്ള നിലയിൽ അമ്മ അദ്ദേഹത്തിന് താങ്ങും തണലുമായി എന്ന് അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കേണ്ടത്. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ കൗസല്യയോട് ഒരു പത്നി എന്നുള്ള നിലയിൽ കൗസല്യ ചെയ്യേണ്ടതായ ധർമ്മത്തെക്കുറിച്ച് വളരെ സ്നേഹത്തോടുകൂടി പറയുമ്പോൾ കൗസല്യയ്ക്കും മനസ്സിന് മാറ്റം വന്നു തുടങ്ങി. പുത്രനോടുള്ളതായ അമിതമായ സ്നേഹത്താൽ ഭർത്താവിനോടുള്ളതായ തന്റെ കർത്തവ്യത്തെ, വിശേഷിച്ചും വിപത്തിൽപ്പെട്ടുപോയ ഭർത്താവിനോടുള്ളതായ തന്റെ കർത്തവ്യത്തെ താൻ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് അമ്മയ്ക്കും തോന്നിത്തുടങ്ങി. വീണ്ടും രാമൻ പറഞ്ഞു, മയാ ചൈവ ഭവത്യാച കർത്തവ്യം വചനം പിതു. ഞാന് എന്തുകൊണ്ടാണ് കാട്ടിലേക്ക് പോകുന്നതെന്നറിയോ? അച്ഛന്റെ വാക്കിനെ ഞാൻ പരിപാലിക്കണം പുത്രൻ എന്നുള്ള നിലയിൽ. അത് പുത്രധർമ്മമാണ്. ഇതേപോലെ തന്നെ അമ്മയ്ക്കുമുണ്ട് കർത്തവ്യം. എന്താ? അച്ഛന്റെ വാക്കിനെ പരിപാലിക്കുക എന്നുള്ളത്. അച്ഛന്റെ വാക്കിനെ പരിപാലിക്കാൻ ഞാൻ കാനനത്തിലേക്ക് പോകുമ്പോഴേക്കും അതിന് വിഘ്നം സൃഷ്ടിക്കാനായിട്ട് അമ്മ ഒരിക്കലും പുറപ്പെടരുത്. പുത്രനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്താലാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും ചെയ്യേണ്ടതായ കർത്തവ്യം വെടിഞ്ഞിട്ട് വേറിടത്തേക്ക് പോകുന്നത് ഒരിക്കലും ധർമ്മ്യമല്ല. അതുകൊണ്ട് ഞാനാകലും അമ്മയാകലും അച്ഛന്റെ വാക്കിനെ ഭംഗിയായിട്ട് അനുസരിക്കുകയാണ് വേണ്ടത്, അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം രാജാ ഭർത്ത ഗുരു ശ്രേഷ്ഠ സർവേഷാം ഈശ്വര പ്രഭു. അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ മഹനീയമാണ്. അദ്ദേഹം രാജാവാണ്. ഈ രാജ്യത്തിലുള്ള എല്ലാ ആളുകളെയും, മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ജീവനിൽ നാം കരുതുന്ന നദികളെയും പർവ്വതങ്ങളെയും ഒക്കെ എല്ലാറ്റിനെയും രക്ഷിക്കുന്നയാളാണ് അദ്ദേഹം. അതാണ് രാജാവ്. രാജാവ് അങ്ങനെയായിരിക്കണം. അതാണ് രാജാവിന്റെ കർത്തവ്യം, രാജാവിന്റെ ധർമ്മം. അദ്ദേഹം രാജാവാണ്. ധർമ്മത്തിന് യാതൊരു ലോപവും വരാതെ ഇത്രയും നാള് എല്ലാവരെയും രക്ഷിച്ചയാളാണ് അദ്ദേഹം. അദ്ദേഹം ഭർത്താവാണ്. ഭർത്താവ് പോഷിപ്പിക്കുന്നവൻ. ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷിപ്പിക്കുക എന്നാണ് അർത്ഥം. ഓരോ വ്യക്തിക്കും എന്തെന്തൊക്കെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളത് മുഖ്യം. എന്തെന്തൊക്കെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത് അത് ആരും ആവശ്യപ്പെടാതെ തന്നെ അറിഞ്ഞ് നൽകി നാട്ടിലുള്ള എല്ലാ വ്യക്തികളെയും പോഷിപ്പിക്കുന്നവൻ അദ്ദേഹമാണ് ഭരണാധിപൻ. അങ്ങനെ ദശരഥ മഹാരാജാവ് രാജ്യത്തെ രക്ഷിച്ചയാളാണ്. ആ പ്രകാരത്തിൽ അങ്ങനെ നാടിന്റെ ഭർത്താവാണ് അദ്ദേഹം. അദ്ദേഹം ഗുരുവാണ്. എല്ലാം കൊണ്ടും ആദരണീയനാണ്. അച്ഛൻ എന്നുള്ള നിലയിൽ ഗുരുവാണ്, രാജാവ് എന്നുള്ള നിലയിൽ ഗുരുവാണ്. എന്ന് മാത്രമല്ല, എല്ലാവർക്കും ധർമ്മത്തിന്റെ മാർഗം ഉപദേശിക്കുകയും കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ആളെന്നുള്ള നിലയിലും അദ്ദേഹം ഗുരുവാണ്. അദ്ദേഹം ശ്രേഷ്ഠനാണ്, മഹനീയനാണ്. സർവേഷാം ഈശ്വര, എല്ലാവർക്കും ഈശ്വരനാണ് അദ്ദേഹം. അദ്ദേഹം പ്രഭുവാണ്. എല്ലാറ്റിന്റെയും അന്തരംഗത്തിൽ നിറഞ്ഞ് സർവത്ര വ്യാപിച്ച് നിൽക്കുന്നവൻ. അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്തോ, അദ്ദേഹത്തിന്റെ വാക്കുകളെന്തോ അത് പരിപാലിക്കാനുള്ള ബാധ്യത, ചുമതല എനിക്കുമുണ്ട്, അമ്മയ്ക്കുമുണ്ട്.
നാം രണ്ടുപേരും അത് നിർവഹിച്ചേ പറ്റൂ. അതിൽ നിന്നിട്ട് നാം പിൻവാങ്ങാൻ പാടില്ല. അല്ലയോ അമ്മേ, ഞാൻ കാനനത്തിലേക്ക് പോകുന്നു എന്ന് കരുതിയിട്ട് അമ്മ വേദനിക്കേണ്ട കാര്യമില്ല. ഇമാനിതു മഹാരണ്യെ വിഹൃത്യ നവപഞ്ചച, ഈ കൊടിയ കാട്ടില് ഞാൻ ജീവിക്കുന്നത് വളരെയേറെ സന്തോഷത്തോടു കൂടിയായിരിക്കും. അവിടെ ഞാൻ ഉത്സവമായിട്ടാണ് ജീവിക്കുക, ആഹ്ലാദം നിറഞ്ഞതായ ജീവിതം. അങ്ങനെ ജീവിച്ച് കാട്ടിലേക്ക് പോകുമ്പോഴേക്കും രാമന്റെ ജീവിതം അവിടെ ദുഃഖമയമായിരിക്കും എന്നൊന്നും അമ്മ വിചാരിച്ചു കളയരുത്. ഞാൻ അവിടെ വിഹരിക്കുകയായിരിക്കും. അങ്ങനെ കാനനത്തിൽ സന്തോഷത്തോടുകൂടി ജീവിച്ച് എത്ര കാലം? നവപഞ്ചച, 9 5 വർഷങ്ങൾ, 14 വർഷങ്ങൾ അവിടെ ജീവിച്ചിട്ട് വർഷാണി നവപഞ്ചച വർഷാണി പരമപ്രീത്യ സ്ഥാസ്യാമി വചനേ തവ. അങ്ങനെ 14 വർഷം അവിടെ വിഹരിച്ച് ആ കാനന ജീവിതത്തെ സഫലമാക്കി പൂർണ്ണമായും ആസ്വദിച്ച ശേഷം അമ്മേ, ഞാൻ അമ്മയുടെ മുന്നിൽ വരും, തിരിച്ച് അയോധ്യയിലേക്ക് വരും. എന്നിട്ട് അമ്മയുടെ ആജ്ഞകളെന്തോ അത് അനുസരിക്കാനായിട്ട് അമ്മയുടെ മുന്നിൽ തൊഴുകയോടുകൂടി നിൽക്കും.